ഇന്ധനക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം. 2 മാസത്തേക്കുള്ള ഇന്ധനമാണ് രാജ്യത്തിന് സ്റ്റോക്കുള്ളത്. പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുമെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നു. ടീം ഇന്ത്യയായി പ്രതിസന്ധിയെ മറികടക്കുമെന്ന് ഇന്നലെ വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതിർത്തി തീരദേശ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത പുലർത്താനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്ധന പ്രതിസന്ധി അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അറുതിയാകുന്ന മട്ടും കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി 2 മാസത്തേക്ക് കൂടി സ്റ്റോക്ക് ഉണ്ടാകുമ്പോൾ ഒരു കൂടുതൽ പ്രതീക്ഷ ഇനി കൂടുതൽ കപ്പലുകൾ നയതന്ത്ര നീക്കത്തിലൂടെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമെടുത്തു? പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, എന്തൊക്കെ നടപടികളാണ് ഈ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ വേണ്ടി രാജ്യം സ്വീകരിച്ചിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിമാരെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിമാർ അവരവരുടെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഈ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള ഈ 2 കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു നടത്തിയിരുന്നത്. മാത്രമല്ല, ഇതിൽ ഒരു ടീം ഇന്ത്യ എന്ന രീതിയിൽ കോവിഡ് കാലത്ത് എങ്ങനെയാണോ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തൊരുമിപ്പിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചത്, ആ തരത്തിലായിരിക്കണം പ്രവർത്തനം ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. 50 ലക്ഷം LPG സിലിണ്ടറുകളാണ് ഓരോ ദിവസവും തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഊർജ്ജ പ്രതിസന്ധി ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ള ഒരു വലിയ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഇത് വലിയ ആശങ്കയിലേക്ക് വഴിമാറാതിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ച് കൃത്യമായ പരിശോധനകൾ നടപ്പാക്കുകയും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഇല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി അറിയിച്ചത്. മാത്രമല്ല, ഇനിയിപ്പോൾ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സമാന്തര ഒരു മാർഗം കൂടി ഇതിന് ആരായേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യേതര ഊർജ്ജം ഉൾപ്പെടെയുള്ളവ സംരക്ഷിച്ചു വെക്കാനും ഇത് കൂടുതൽ നടപ്പിലാക്കാനും വേണ്ടിയുള്ള ഒരു നടപടികളും ഉണ്ടാവണം. ഇതോടൊപ്പം തന്നെ ഈ കടലോര പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം കൃത്യമായ ജാഗ്രത ഉണ്ടാകണം. ആഭ്യന്തര സുരക്ഷ ഉൾപ്പെടെയുള്ളവ കൃത്യമായി പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.